എല്ലാവർക്കും നമസ്കാരം. കേരളം വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊന്നും ഇത് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളെല്ലാം അമേരിക്കൻ വൻകിട കോർപ്പറേറ്റുകൾ, ബ്ലാക്ക് സ്റ്റോൺ, KKR പോലെയുള്ള കോർപ്പറേറ്റുകൾ വിഴുങ്ങി തുടങ്ങിയിരിക്കുകയാണ്. വൈകാതെ കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ മുഴുവൻ അവരുടെ വായ്ക്കകത്താകും. ഏതെങ്കിലും പഴയ പാർട്ടി ക്ലാസ്സിലെ ഒരു സഖാവ് മണ്ടത്തരം വിളമ്പുന്നതാണിത് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മുടെ പഴയ പല വീഡിയോകളിലും സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണെന്നും ക്യാപിറ്റലിസം കൊണ്ട് മാത്രമേ ഒരു രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്നും ഒക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് വലിയ തോതിലുള്ള വിദേശ നിക്ഷേപം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നതിനെ അപകടമെന്ന് വിശേഷിപ്പിക്കുന്നത്? അപകടമായതുകൊണ്ട് തന്നെയാണ്. ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കമ്പനികൾ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ റിലയൻസ് എത്ര വലുതാണെന്ന് നമുക്കൊരു ഊഹമുണ്ടാകും. ആ റിലയൻസിൻ്റെയും ബ്ലാക്ക് സ്റ്റോണിൻ്റെയും ആസ്തിയുടെ ഒരു കമ്പാരിസണാണിത്. ഇത്ര ഭീമനാണ് ഈ കമ്പനികൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആശുപത്രികളോട് ഇത്ര പ്രേമം? കേരളത്തെയും പിന്നീട് പടിപടിയായി ഇന്ത്യ മുഴുവനെയും, ഇന്ത്യയുടെ മുഴുവൻ ആരോഗ്യ മേഖലയും ഒക്കെ വരുതിയിലാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ലോകോത്തര ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ തക്കം പാർത്തിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു തുടക്കം മാത്രമാണിത് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ നല്ലതാണ്. കേരളം ഒരു വലിയ ഹെൽത്ത് ടൂറിസം ഹബ്ബാകും. വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വരും. ഏറ്റവും മികച്ച ചികിത്സകൾ ഇവിടെ ലഭ്യമാകും. വലിയ ഗവേഷണങ്ങൾ ഇവിടെ നടക്കും. പലതിനും മരുന്ന് കണ്ടുപിടിക്കുക, പല പുതിയ ചികിത്സകളുമൊക്കെ വരിക. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കാര്യത്തിനുണ്ട്. കേരളത്തിൽ നിലവിലുള്ള പല പ്രൈവറ്റ് ആശുപത്രികളുമൊക്കെ ലോകോത്തര സൗകര്യങ്ങൾ ഉള്ളതൊക്കെ തന്നെയാണ് നിലവിലും. പക്ഷേ പ്രശ്നം എവിടെയാണ്? അത് വളരെ ചുരുക്കി പറഞ്ഞാൽ, യൂറോപ്പിലൊക്കെ എങ്ങനെയാണോ, അമേരിക്കയിൽ എങ്ങനെയാണോ, ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ എങ്ങനെയാണോ, അവിടുത്തെ അതേ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ നമ്മുടെ കേരളത്തിലും ഭാവിയിൽ വരും. വളരെ നല്ലതല്ലേ? ആണെന്ന് പുറത്തു പോയിട്ടുള്ളവർ ഒരിക്കലും പറയില്ല. കാരണം ഇന്ന് ഭാഗ്യവശാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ വീഡിയോയിൽ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എളുപ്പമുണ്ട്. അതായത് ലക്ഷക്കണക്കിന് മലയാളികൾ യൂറോപ്പിലും അതുപോലെ പല വെസ്റ്റേൺ രാജ്യങ്ങളിലുമൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട്, അവിടെ പോയി നിൽക്കുന്നവരുണ്ട്. അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടെങ്കിലും ഇവിടെയുള്ളവർക്കൊരു ധാരണയുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന്. കാരണം എന്താണ്? നമുക്കിപ്പോൾ ഒരു ഡോക്ടറെ കാണണം. ഏത് ഡോക്ടറെ കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അയാൾ ഇനി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ, കാർഡിയോളജിസ്റ്റ്, ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചു പോയി കാണുകയാണ്. ഒരു ഡോക്ടറെ കാണാൻ 1-2 മണിക്കൂറോ കുത്തിയിരിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ ഇവിടെ പരാതി പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന യൂറോപ്പിലും അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള അമേരിക്കയോ കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഏത് രാജ്യവുമാകട്ടെ, അവിടെയൊക്കെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടത് മാസങ്ങൾ തുടങ്ങി വർഷങ്ങൾ വരെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസം വരാത്തവരുണ്ടെങ്കിൽ അന്വേഷിക്കുക. എന്നിട്ട് മാത്രം കുറ്റം പറയുക, കമൻ്റ് ഇടുക. വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ എടുത്തിരിക്കണമെന്ന് നിയമമുണ്ട്. എല്ലാ ചെലവുകളും ഗവൺമെൻറ് നോക്കിക്കൊള്ളും, ചികിത്സ ഫ്രീ ആണ് എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ മറ്റൊരു വശം വേറെയാണ്. നിങ്ങളൊരു ഡോക്ടറെ കാണണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോഴേക്കും ഒന്നെങ്കിൽ നിങ്ങളുടെ രോഗം തനിയെ മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോയിട്ടുണ്ടാകും. ഇതാണ് അവസ്ഥ. ഇനി അല്ലെങ്കിലോ, അത്രയ്ക്ക് ആവശ്യമാണെങ്കിലോ, ഉടനെ ചാവാൻ പോവുകയാണെന്ന് തോന്നിയാൽ ഒരു പക്ഷേ അവിടെ അടിയന്തര ചികിത്സ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചികിത്സിക്കണം. ആ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അത് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇവിടെ നിന്ന് ചെല്ലുന്നവർക്ക് തീരെ പറ്റില്ല. പരാജയപ്പെട്ട ഏറ്റവും ദുരന്തമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളാണ് നമ്മൾ ഈ കേട്ടിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. ഇതേ കാര്യം കേരളത്തിലേക്കും വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുന്നത് പോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളുടെ കാര്യമല്ല പറയുന്നത്. അതായത് എല്ലാവരും ഈ വിദേശത്തൊക്കെ ഉള്ളതുപോലെ ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടത് നിയമം മൂലം നിർബന്ധമാക്കും. നമ്മളും ഇന്ന് യൂറോപ്പിലുള്ളവർ കുത്തിയിരുന്ന് ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റും എടുത്ത് മാസങ്ങൾ ഇരിക്കേണ്ടി വരും. എല്ലാ ചിലവുകളും ഗവൺമെൻറ് നോക്കിക്കൊള്ളും, ഇൻഷുറൻസ് കമ്പനികൾ നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോൾ മറ്റൊരു വശം വിദേശത്തൊക്കെ ഇപ്പോൾ നടക്കുന്നതാണ്. നിങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ചികിത്സിക്കേണ്ട ഓരോ ദിവസവും ഈ പറയുന്ന കമ്പനിക്ക് നഷ്ടമാണ്. അവിടെ ആശുപത്രികളും ഇൻഷുറൻസുകളും എല്ലാം ഒരൊറ്റ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ രോഗി ബാധ്യതയാണ് എന്ന് തോന്നിയാൽ തട്ടിക്കളയുകയാണ്, എന്നിട്ട് മരിച്ചു പോയതാണെന്ന് പറയും. കാരണം ഇയാളെ സൗജന്യമായി ചികിത്സിക്കേണ്ടതും ഭേദപ്പെടുത്തേണ്ടതും ഒക്കെ ഈ കമ്പനികളാണ്. കമ്പനികൾക്ക് നഷ്ടമാണ്. നമ്മൾ ഈ പറയുന്ന യൂറോപ്പിലൊക്കെ നടക്കുന്ന കാര്യമാണ്. കേരളത്തിലുമൊക്കെ കേട്ടാൽ ഞെട്ടുന്ന പല കാര്യങ്ങളും ആശുപത്രികളിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭേദമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറമാണ് പുറത്ത് നടക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് ആദ്യം തന്നെ പറയാം. ഇങ്ങനെ വൻകിട കോർപ്പറേറ്റുകൾ
നമ്മുടെ ഓരോ ആശുപത്രികളെയായിട്ട് ഏറ്റെടുക്കുമ്പോൾ എന്താണ് പതുക്കെ സംഭവിക്കുക? ഇപ്പോൾ തന്നെ നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാകും കിംസിൻ്റെ വലിയ ആശുപത്രികൾ, അതുപോലെ ബേബി മെമ്മോറിയലിൻ്റെ ആശുപത്രികൾ, അങ്ങനെ തുടങ്ങി മൈത്ര ഹോസ്പിറ്റലുകൾ തുടങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികൾ പലതും ഇവരുടെ കയ്യിലായി കഴിഞ്ഞു. ഒന്നെങ്കിൽ ബ്ലാക്ക് സ്റ്റോണിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ KKRൻ്റെ കീഴിൽ ഇങ്ങനെ പോവുകയാണ്. ഇതിങ്ങനെ വന്ന് എന്താണ് ചെയ്യുക? ഇവരെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഫീസും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അപ്പാടെ മാറ്റും. ഏറ്റവും കുറഞ്ഞത് ഒരു ചീട്ടെടുക്കാനായിട്ട് 400 ആണെങ്കിൽ അത് 1000 ആക്കി മാറ്റിയിട്ടുണ്ടാകും ഇപ്പോഴേ. ഇത് മാത്രമാണ് സാധാരണക്കാർക്ക് തിരിയുന്ന പ്രശ്നം. ഇതല്ല ആദ്യം തന്നെ അറിയേണ്ടത്, ഇതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ ആസ്തി ഇത്രയും വന്നത് എങ്ങനെയാണ്? റിലയൻസുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്തു. ഈ കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ആശുപത്രികൾ നടത്തുന്നതിലല്ല, അത് വളരെ കുറച്ച് മാത്രമേ വരികയുള്ളൂ. അവരുടെ മെയിൻ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. അതായത് യൂറോപ്പിലോ ഒക്കെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മാസം സമ്പാദിക്കുന്നതിൻ്റെ തന്നെ നല്ലൊരു ഭാഗവും ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഷുറൻസിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. നിലവിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ എങ്ങനെയാണ്? കുറച്ച് പേര് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അത് നല്ലതുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു കമ്പനികൾ നമ്മുടെ ആശുപത്രികളൊക്കെ പതുക്കെ ഏറ്റെടുത്ത് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി ഇവിടെയും എല്ലാ മനുഷ്യരും ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കും. അവരുടെ ഇൻഷുറൻസുകളായിരിക്കും അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കേട്ടുകേൾവിയുള്ള ഇവിടെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടേതൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഇവരുമായിട്ട് ടൈപ്പ് പോലും ചെയ്യേണ്ടതായിട്ട് വരും. നിലവിലെന്ന് പറഞ്ഞാൽ ഒരാൾ ആശുപത്രിയിലോട്ട് കയറി കഴിഞ്ഞാൽ അയാളുടെ അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ പിഴിഞ്ഞെടുക്കാനുള്ള വകുപ്പ് ഇന്നുണ്ട്. ഗുരുതരമായ ഒരു അസുഖമോ ഒരു ആക്സിഡൻറ്റോ ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ വലിയ ലാഭമാണ് എല്ലാവരും നിർബന്ധപൂർവ്വം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ കയ്യിലേക്ക് വരുന്നത് അതിഭയങ്കരമായ തുകയാണ്. ഇത് നല്ലതാണെന്ന് തോന്നിയേക്കാം, എന്നാൽ അല്ല എന്നുള്ളതാണ് യൂറോപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിതൊക്കെ എടുത്തിട്ട് ഇനി പേടിക്കേണ്ട, ഗവൺമെൻറ് നോക്കിക്കോളും, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം കൊടുത്തിരിക്കുകയാണ് ഇൻഷുറൻസിന് വേണ്ടി. പക്ഷേ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നു, കൃത്യമായ ചികിത്സ കിട്ടാതെ മരണത്തിലേക്ക് പോലും പോകുന്നു. ഇനി വേഗം ചികിത്സ വേണമെങ്കിൽ കയ്യിൽ നിന്ന് വേറെ കാശെടുത്ത് നമ്മൾ ചികിത്സ നേടണം, ഇതേ കമ്പനികൾ തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ആശുപത്രികളിൽ. ഇതാണ് പുറത്തിപ്പോൾ സംഭവിക്കുന്നതും ഭാവിയിൽ ഒരു പക്ഷേ കേരളത്തിൽ വരാൻ പോകുന്ന അപകടവും ഇതാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ലക്ഷങ്ങളാണ് മരിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത്രയും മരിക്കാഞ്ഞത്? കേരളത്തിൽ എന്താ അത്രമാത്രം ആളുകൾ മരിക്കാഞ്ഞത്? അമേരിക്ക പോലെയുള്ള രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് എങ്ങനെ, ഒരു സമയത്തെ വാർത്തകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പറയുന്ന ഏറ്റവും മികച്ച ഈ കോർപ്പറേറ്റുകളൊക്കെ വരുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് 5 കോടിയിലധികം ആളുകൾക്കൊക്കെയാണ് ഇൻഷുറൻസ് ഇല്ല എന്ന് കരുതപ്പെടുന്നത്. അമേരിക്കക്കാർക്കെല്ലാം സൗജന്യ ചികിത്സയല്ല, അത്രയും കോടി ആളുകൾക്ക് പോലും, 35 കോടി ജനങ്ങളാണ് അമേരിക്കയിലുള്ളത്. അതിൽ ഇത്രയും ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗവും കയ്യിൽ കാശില്ല, അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അമേരിക്കയിൽ അത്രമാത്രം മരണങ്ങൾ ഉണ്ടായത്. കാരണം ഇവർക്കൊന്നും ചികിത്സയില്ല. അത്രയും എമർജൻസി ആണെന്ന് തോന്നിയാൽ ചിലപ്പോൾ കയറ്റി കിടത്താനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആശുപത്രിയിൽ ആൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടർ ഓടിയെത്തുക. ഇതുപോലെയുള്ളൊരു അവസ്ഥ കേരളത്തിൽ വരരുത്. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിൽ പുറത്തു നിന്നുള്ള വിദേശ നിക്ഷേപം, വൻകിട കോർപ്പറേറ്റുകൾ ഇടപെടുന്നതിന് നിയന്ത്രണം ആവശ്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മികച്ച ഹോസ്പിറ്റലുകളൊക്കെ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം പോലെയുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ ഒരു മധ്യ കേരളത്തിലാണ്. പ്രത്യേകിച്ച് കാത്തലിക്സ്, കേരളത്തിലെ ക്രൈസ്തവരിൽ ഒരു പകുതിയോളം കത്തോലിക്കരാണ്. ഈ കത്തോലിക്ക സ്ഥാപനങ്ങളുടെ കീഴിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളൊക്കെ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ചെയിൻ ഉണ്ട് എന്ന് പറയാം. ഇത്തരം ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ഈ പറയുന്ന കോർപ്പറേറ്റുകളോട് എന്ത് മറുപടി പറയും എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവി നിർവചിക്കാൻ പോകുന്ന ഒരു വലിയ നിർണായകമായ തീരുമാനമായിരിക്കും. അവരും ഈ കോർപ്പറേറ്റുകളോട് വിധേയത്വം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ നിക്ഷേപം ഒഴുക്കിക്കൊള്ളൂ, ഇത്ര ശതമാനം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് മാനേജ്മെൻറ്റും കാര്യങ്ങളൊന്നും മാറില്ല, ഈ ഏറ്റെടുത്ത ഹോസ്പിറ്റലുകളും ഒക്കെ പേര് മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ നമുക്ക് എന്തെന്നൊക്കെ പറഞ്ഞാലും ജീവിക്കാനുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ചികിത്സകൾ കിട്ടുമെന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ പുറത്തു പോയി ജീവിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതായത് ഏറ്റവും മികച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നിടത്ത് എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടുത്തെ കാര്യം എന്ത് എന്ന് മനസ്സിലാവുക. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സൈന്യത്തിൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ബഹിരാഷ്ട്ര കമ്പനി വന്ന് നിക്ഷേപം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അതായത് സൈന്യം നമ്മുടെ കൺട്രോളിൽ തന്നെയായിരിക്കണം എല്ലാം എന്ന് പറയുന്നത് പോലെ തന്നെ ഹെൽത്ത് കെയറിലും
അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത്തരം കോർപ്പറേറ്റുകൾ ഇനി കേരളത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ കൊണ്ട് നിയമങ്ങളെല്ലാം കർശനമാക്കും. അതായത് ഇന്ന് സാധാരണ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്, അതെല്ലാം പൂട്ടിക്കെട്ടും. ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, ആംബുലൻസുകളൊക്കെ ഉള്ള വലിയൊരു സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ഒരു ചികിത്സാ കേന്ദ്രം ഇനി കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്തരം ക്ലിനിക്കുകൾ നടത്തുന്ന ഡോക്ടർമാർ പട്ടിണിയാകും എന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. ഇന്ന് ഒരുമാതിരിപ്പെട്ട പല ചെറിയ ചികിത്സകൾക്കുമൊക്കെ നമുക്ക് ഈ ക്ലിനിക്കുകളെ ആശ്രയിക്കാം. എന്നാൽ അത് നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോയാൽ അത് താമസമാണ്. സൂചിക്കെടുക്കേണ്ടത് തൂമ്പക്കെടുക്കേണ്ട പരുവമാക്കി ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും ഒക്കെ ചെയ്തിട്ട് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഒരു ചെറിയ അസുഖത്തിന് എന്തിനാണ് ഈ MRIയും സ്കാനിങ്ങും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച ഒരാളോട് ഒരു ഡോക്ടർ തമാശയ്ക്ക് പറഞ്ഞു എന്നാണ് പറയുക. കോടികൾ മുതൽ മുടക്കുള്ള മെഷീനുകളൊക്കെ അല്ലേ, തുരുമ്പ് പിടിക്കാതിരിക്കാനാണെന്ന്. ഇതൊരു കോമഡി ആയിട്ട് കരുതിയാൽ മതി, പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ തുടങ്ങി ചെറിയ ചെറിയ ആശുപത്രികൾ വരെ പൂട്ടിക്കെട്ടുന്നതിലൂടെ, അതായത് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ അടുത്തൊക്കെ ചെറിയ ചെറിയ ആശുപത്രികൾ കാണും. ഇതെല്ലാം ഭാവിയിൽ നിർത്താൻ നിർബന്ധിതരാകും. അതായത് ചെറിയ സെറ്റപ്പാണ്, ഇത് പറ്റില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ ചികിത്സാ ചെലവുകൾ കൂടും. നമ്മളൊരു ചെറിയ ആശുപത്രിയിൽ പോകുമ്പോഴുള്ള ബില്ലല്ല വലിയൊരു ആശുപത്രിയിൽ പോകുമ്പോൾ. ചെറിയ ആശുപത്രികളിൽ കാര്യം വേഗം നടക്കുമെങ്കിൽ വലിയ ആശുപത്രികളിൽ അങ്ങനെയല്ല. ഇതിങ്ങനെ കൂടി പോയി നമ്മുടെ ചികിത്സാ ചെലവുകൾ കൂടുന്നു. ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. പിന്നെ ഓരോ സാധാരണക്കാരനും ആശുപത്രികളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് വമ്പൻ ഹോസ്പിറ്റലുകളിലേക്കായിരിക്കും. ഇതിൻ്റെ ഒരു ചെയിൻ നെറ്റ്വർക്ക് ആയിരിക്കും. അവിടെ താമസമുണ്ടാകും. യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ നമ്മൾ ഡോക്ടർമാർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കേണ്ടി വരും. അത് പണക്കാർക്ക് മാത്രം, വലിയ പണക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സാധാരണക്കാരൻ അവൻ്റെ നല്ലൊരു ഭാഗവും മുടക്കി ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്, എന്നാൽ പ്രയോജനവുമില്ല എന്നുള്ളൊരവസ്ഥ വരും. അതായത് ഇത്തരം വലിയ കമ്പനികളുടെ നോട്ടം എന്ന് പറഞ്ഞാൽ ആശുപത്രികളിൽ വരുന്നവരെ പിഴിയുക എന്നുള്ളതല്ല. അതായത് ഇപ്പോൾ ഉള്ള സ്വകാര്യ ആശുപത്രികൾ എന്താണ് ചെയ്യുന്നത്, ഒരുത്തൻ അങ്ങ് വന്ന് കയറി കഴിഞ്ഞാൽ അവനെ പരമാവധി അങ്ങ് പിഴിയുക. അത് ഭേദമാണെന്ന് വരും. കാരണം ഭാവിയിൽ ഇത്തരം ആശുപത്രികൾ നോക്കുന്നത് ആശുപത്രികളിൽ വരുന്നവനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു വിടുക. ഇനി പണം മുടക്കുകയാണെങ്കിൽ അവനെ പിഴിയാം, അവന് പണം ഉണ്ടല്ലോ. നേരെ മറിച്ച് ആശുപത്രികളിൽ വരാത്തവരെയും കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും കയ്യിൽ നിന്ന് അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇൻഷുറൻസ് എന്നുള്ള പേരിൽ മേടിച്ചെടുക്കാനായിരിക്കും ഈ കമ്പനികളുടെ നോട്ടം. ഇതാണ് യൂറോപ്പിലൊക്കെയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം. അമേരിക്കയിലും ഒക്കെ അങ്ങനെയാണ്. ഇതാണ് ഭാവിയിൽ കേരളത്തെ കാത്തിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കമാണ്, ഇതിൻ്റെ പനിക്കോളാണ് നമ്മൾ ഈ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. KKRും ബ്ലാക്ക് സ്റ്റോണും പോലെയുള്ള കമ്പനികൾ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളെയൊക്കെ വിഴുങ്ങി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെ വിമർശിച്ച് കണ്ടു. അതൊരു നല്ല സൂചനയാണ്. പക്ഷെ പലരും അദ്ദേഹം വിമർശിച്ചെങ്കിൽ ഇത് നല്ലതായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. ഈ കാര്യത്തിലല്ല. ഇവിടെ ഗവൺമെൻറ് കൺട്രോൾ കൊണ്ടുവരണം. ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രികളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കീഴിലുള്ള ആശുപത്രികളും ഒക്കെ കൊള്ള നടത്തുന്നുണ്ട്, അവിടെയൊക്കെ പലതും നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ വേൾഡ് വാർ 2 സമയത്ത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ജപ്പാൻകാർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിരുന്നു എന്ന് കരുതുക. ആദ്യമൊക്കെ നമുക്ക് സന്തോഷമാകും, ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ പറ്റി, ജപ്പാൻകാർ വന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതും. പക്ഷെ ഒരാഴ്ച കൊണ്ട് മനസ്സിലാവും ബ്രിട്ടീഷുകാർ എത്ര ഭേദമായിരുന്നു എന്ന്. ജപ്പാൻകാരെന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ളവരായിരുന്നു, കാടന്മാരായിരുന്നു, പിശാചുകളായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ജപ്പാൻ ഭരണത്തിലേക്ക് പോയാൽ നമ്മൾ അന്ന് മനസ്സിലാക്കും ബ്രിട്ടീഷുകാരായിരുന്നു ഭേദമെന്ന്. ഈ പറയുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെയും പറയാൻ തോന്നുന്നത്. ഇന്ന് സ്വകാര്യ ആശുപത്രികളൊക്കെ ഇവിടെ ചൂഷണം ചെയ്യുന്നുണ്ട്, ആരോഗ്യ മേഖലയിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വരാൻ പോകുന്നത് ഇതിനേക്കാളും വലിയൊരു ഭയങ്കരനായിരിക്കും. ഇന്ന് ഈ ആശുപത്രികളൊക്കെ ഇവരെ ഏറ്റെടുത്തിരിക്കുന്നു. അവിടെയൊക്കെ ഈ പറഞ്ഞ മാറ്റങ്ങൾ വന്നു എന്നല്ല, അവർക്ക് കളി തുടങ്ങാനുള്ള ബേസ് ആയിട്ടില്ല. ഇനിയും ഏറ്റെടുക്കലുകൾ തുടരും. പരമാവധി ആശുപത്രികളും ഒക്കെ ഇവരുടെ കയ്യിലായി കഴിയുമ്പോൾ ഇവരും ഗവൺമെൻറ്റിൽ പ്രഷർ ചെലുത്തി നിയമങ്ങളൊക്കെ മാറ്റും. ചെറിയ ക്ലിനിക്കുകളൊക്കെ പൂട്ടിപ്പോകും, വലിയ ആശുപത്രികൾ മാത്രമാകും, ഇൻഷുറൻസ് നിർബന്ധമാകും. യൂറോപ്പിലൊക്കെ ഇന്ന് കുത്തിയിരുന്ന് ഡോക്ടറെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നാളെ മലയാളിയും പോകും. കേരളത്തിൽ നിലവിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ വില എന്താണെന്ന് അന്ന് നമ്മൾ ഓർക്കും. ഹെൽത്ത് ടൂറിസം ഒക്കെ നല്ല രീതിയിൽ നടക്കും. കാരണം അവർക്കിവിടെ ഇൻഷുറൻസ് ഇല്ലാത്തതാണ്. ഇന്ന് തന്നെ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ വന്ന് ചികിത്സിക്കുന്നവരുണ്ട്. അതൊക്കെ വൻതോതിൽ ഉയരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ആരോഗ്യ മേഖലയുടെ കുറഞ്ഞ ചിലവ് എന്നുള്ളത് ആർക്കായിരിക്കും ഭാവിയിൽ ഗുണമാവുക? സമ്പന്നരായിട്ടുള്ള വിദേശീയർക്ക്. നേരെ മറിച്ച് ഇവിടെയുള്ളവരെ സംബന്ധിച്ച് നമുക്കത് നിഷേധിക്കപ്പെടുകയാണ്. കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയാൽ ഇൻഷുറൻസ് നിർബന്ധമാകും. നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി, അതായത് ഇന്ന് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെയല്ല.
നല്ലൊരു ഭാഗവും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ചിലവഴിച്ചിട്ട് വേണം ഇത് എടുക്കാൻ. അങ്ങനെ എടുക്കുകയും വേണം, എന്ന സമയത്ത് ചികിത്സ കിട്ടില്ല. ഇനി അത് വേണമെങ്കിലോ കയ്യിൽ നിന്ന് വേറെ കാശെടുത്ത് ചികിത്സിക്കണം എന്നുള്ള അപകടമാണ് കാത്തിരിക്കുന്നത്. ഇന്ന് യൂറോപ്പിലെ പൗരന്മാരൊക്കെ നേരിടുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും കരുതുന്നത് ഈ പറയുന്ന വികസിത രാജ്യങ്ങളിൽ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുകയാണെന്നാണ്. അല്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടൻ സമ്പന്നമായിരുന്നു എന്ന് കരുതിയാൽ അവിടെ സമ്പന്നരുണ്ടായിരുന്നു. പക്ഷെ ഭൂരിഭാഗം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരെ പോലെ തന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയായിരുന്നു. അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്നും യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അടിപൊളിയായി ജീവിക്കുകയാണെന്നൊന്നും കരുതണ്ട. അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഒക്കെ സമ്പന്നരായിട്ടുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ കാര്യം അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ കഷ്ടപ്പെടുക തന്നെയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലാണെങ്കിലും ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ പോലും യൂറോപ്പിലാണെങ്കിലും നല്ലൊരു ഭാഗത്തിനും അമേരിക്കയിലാണെങ്കിലും നല്ലൊരു ഭാഗത്തിനും ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. എന്തേ അവർക്ക് അത് എടുക്കാൻ പറ്റാത്തത്? അതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇടയ്ക്കൊരു കാര്യം പറയേണ്ടത്, ഇൻഷുറൻസ് നിർബന്ധമാക്കും ഭാവിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുടെ കാര്യമല്ല പറയുന്നത്. ഇന്നത് എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രായം കുറവാണെങ്കിൽ, ഒരു 35-30 വയസ്സിനൊക്കെ താഴെയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നതിനേക്കാളും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമില്ല. പ്രായം കൂടുന്തോറും അതിന്റെ പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. ഭാവിയിൽ ഈ പറയുന്ന വൻകിട കമ്പനികളുടെ, അതായത് നിയമം മൂലം നിർബന്ധമാക്കിയ മറ്റൊരു ഇൻഷുറൻസ്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് യൂറോപ്പിലൊക്കെ ഇപ്പം എങ്ങനെയാണോ അതുപോലെയുള്ള കാര്യമാണ് വരും എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്താണെങ്കിലും വീഡിയോയുടെ അവസാനം നിങ്ങൾക്കിതെല്ലാം കേട്ടിട്ട് എന്ത് തോന്നുന്നു? ക്യാപിറ്റലിസം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു രാജ്യത്തിന് രക്ഷപ്പെടാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം. എന്നാൽ കുറച്ച് ഉപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു അല്പം സോഷ്യലിസത്തിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്. ഗവൺമെൻറ് കൺട്രോളുകൾ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വേണം. അവരിവിടെ ഇടപെടുന്നതിന്, ഈ കോർപ്പറേറ്റുകൾ ഇവിടെ ഇടപെടുന്നതിലും നമ്മുടെ ആശുപത്രികളെ മുഴുവൻ വിഴുങ്ങുന്നതിലും ഒരു പരിധി വെച്ചില്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവർ അനുഭവിക്കുമെന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കിനി തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.